ഈ സമൂഹം എത്ര മോശമാണ്. അടുത്തവരുടെ സന്തോഷം കണ്ട് സന്തോഷിക്കുന്നേ ഇല്ല. നോക്ക് എങ്ങനെ എല്ലാവരും എന്നെ കുറിച്ച് സംസാരിക്കുന്നെന്ന്. പക്ഷെ ഞാൻ പറഞ്ഞത് കേൾക്കില്ല. ഞാൻ എന്റെ കുഞ്ഞിനോടൊപ്പം സന്തോഷമാ. മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നതാ ഇവരുടെ പണി. ലൂസി ഒരു പുതിയ കൂട് പണിത് പുതിയ ജീവിതം ആരംഭിച്ചു. പക്ഷേ ജീവിതം എന്നത് അത്ര എളുപ്പമല്ലല്ലോ. ഈ കാലത്ത് മറ്റുള്ളവരുടെ സന്തോഷത്തിൽ സന്തോഷപ്പെടുന്നവർ ആരുമില്ല. ഇന്നത്തെ കാലം മറ്റുള്ളവരെ കണ്ട് അസൂയപ്പെടുന്നവർ. ഇപ്പൊ ആരും മറ്റുള്ളവരുടെ മുന്നേറ്റം കണ്ട് സന്തോഷപ്പെടുന്നില്ല. പിന്നെ ആരും മറ്റുള്ളവർ സന്തോഷിക്കുന്നത് ആഗ്രഹിക്കുന്നുമില്ല. ലൂസിയുടെയും ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരുന്നു. അവളെ എല്ലാവരും കളിയാക്കിക്കൊണ്ടിരുന്നു. അയ്യോ നോക്കിയേ ലൂസി, മറ്റുള്ളവരുടെ മുട്ട കണ്ട് എത്ര സന്തോഷിക്കുന്നു എന്ന്. അവൾക്ക് ഇതാരുടെ മുട്ടയെന്ന് പോലും അറിയില്ല. പാവം, ആ മുട്ട നഷ്ടപ്പെട്ട അമ്മയ്ക്ക് എത്ര വിഷമമാകുമെന്ന് ഇവൾക്ക് അറിയുന്നില്ല. ലൂസി മറുപടി പറയാതെ അവിടെ നിന്ന് പറന്നുപോയി. കുറച്ചു ദൂരം വരെ അങ്ങനെ പറന്നു. പിന്നെ കൂട്ടമായിരിക്കുന്ന വേറെ ചില പറവകളെ കണ്ടു. ദോ വന്നു നോക്ക്, ഇവൾ വേറൊരാളുടെ കുഞ്ഞിനെ സന്തോഷമായി വളർത്തുന്നു. ലൂസി പറവ ഇപ്പോഴും ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് പറന്നുപോയി. ലൂസി പറവ അതിന്റെ വീട്ടിൽ ചെന്ന് അവിടെ ഇരുന്ന് കരഞ്ഞുകൊണ്ടേയിരുന്നു. ഈ സമൂഹം എത്ര മോശമാണ്. അടുത്തവരുടെ സന്തോഷം കണ്ട് സന്തോഷിക്കുന്നേ ഇല്ല. നോക്ക് എങ്ങനെ എല്ലാവരും എന്നെ കുറിച്ച് സംസാരിക്കുന്നെന്ന്. പക്ഷെ ഞാൻ പറഞ്ഞത് കേൾക്കില്ല. ഞാൻ എന്റെ കുഞ്ഞിനോടൊപ്പം സന്തോഷമാ. മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നതാ ഇവരുടെ പണി. അപ്പോഴാണ് അവിടേക്ക് കുറുമ്പൻ കുരങ്ങൻ വന്നത്. ഹേ ലൂസി, ഞാൻ കേട്ടു നീ മറ്റുള്ളവരുടെ മുട്ട വിരിയിക്കുന്നെന്ന്. ഈ കാട്ടിലെ എല്ലാവരും ഇതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. എല്ലാവരും നിന്നെ നോക്കി പരിഹസിക്കുകയാണ്. അത് കാണുമ്പോൾ എനിക്ക് വിഷമം വരും. നീ പറയുന്നത് സത്യമാണോ കുറുമ്പൻ കുരങ്ങ? മറ്റുള്ളവരെ പോലെ നീ എനിക്ക് എതിരല്ലേ? അതെ, നീ ഇപ്പോൾ ചെയ്യുന്നത് ഒരു ശരിയായ പ്രവൃത്തിയാണ്. കുഞ്ഞിനെ പ്രസവിക്കുന്നതിനേക്കാൾ വളർത്തുന്നതിനാണ് മഹത്വം. രക്തബന്ധം കൊണ്ട് സ്നേഹം വരാൻ പാടില്ല, സ്വന്തം അമ്മയാണെങ്കിലും വളർത്തമ്മയാണെങ്കിലും. നന്ദി കുറുമ്പൻ കുരങ്ങ, നീ പറയുന്ന കേട്ട് എനിക്ക് വിശ്വാസം വന്നു. ഇത് കേട്ട് എനിക്കിപ്പോ സന്തോഷമായി. പിന്നെ ആ കുറുമ്പൻ കുരങ്ങൻ അവിടെ നിന്ന് ഓടി. കുറച്ചു ദിവസങ്ങളിൽ ലൂസിയുടെ വീട്ടുകാർ അവളെ കാണാൻ വന്നുകൊണ്ടിരുന്നു. അവർക്ക് ഇതിനെ കുറിച്ച് ഒന്നും അറിയില്ല. അതായത് ലൂസി തന്റെ ഭർത്താവിനെ വിട്ട് വേറെ വീട്ടിലാണെന്ന്. ലൂസി, എന്റെ മോളെ, സുഖാണോ? നിന്റെ അച്ഛനമ്മയെ കാണാൻ പോലും നിനക്ക് സമയമില്ലേ മോളെ? അത്ര തിരക്കാണോ? അമ്മേ, എനിക്ക് സുഖമാണ്. നിങ്ങൾ പറയൂ, നിങ്ങൾക്ക് സുഖമാണ് അമ്മേ? എനിക്ക് സമയം കിട്ടിയില്ല, അതാ വീട്ടിലെ പണികളിൽ തിരക്കായി. എന്തു പറ്റി അച്ഛൻ ഇങ്ങനെ മെലിഞ്ഞു പോയത്? നിങ്ങൾ ശരിക്കും കഴിക്കുന്നില്ലേ? എനിക്ക് പ്രശ്നമൊന്നുമില്ല, എന്നാൽ കുറച്ച് ശാരീരിക ബുദ്ധിമുട്ട്, അതുകൊണ്ട് മെലിഞ്ഞു പോയതാണ്. നീ ഇപ്പൊ ആരുടെ വീട്ടിലാ മോളെ? പിന്നെ മരുമകൻ എവിടെ? പുറത്തു പോയോ? അമ്മേ, ഞാനിപ്പോ വേറെ വീട്ടിലാണ് താമസിക്കുന്നേ. എന്നാൽ നീ എന്തിനാണ് അങ്ങനെ ചെയ്തത്? നീ എന്നോട് പറയുന്നതേ ഇല്ലല്ലോ. അതെ അച്ഛാ, അദ്ദേഹം എന്നെ ഉപദ്രവിച്ചു കൊണ്ടേയിരുന്നു. പിന്നെ മാസത്തിൽ ഒരിക്കലും എന്നെ കാണാൻ വീട്ടിൽ വരുള്ളൂ. അപ്പോഴും എന്നെ ശരിക്കും ശ്രദ്ധിക്കു പോലുമില്ല. അത് മാത്രമല്ല, ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ല. അതിനെക്കുറിച്ചും അദ്ദേഹം ചിന്തിക്കുന്നില്ല. അപ്പോഴാണ് അവിടേക്ക് പറവ വന്നത്. അമ്മേ, ഇതാരാ? പരിക്കുട്ടി, ഇത് നിന്റെ മുത്തശ്ശൻ മുത്തശ്ശി. അവരോട് ഹലോ പറ. നമസ്കാരം മുത്തശ്ശ. നമസ്കാരം മുത്തശ്ശി. ഞാൻ മധുരമുള്ള മാമ്പഴം നിങ്ങൾക്ക് കൊണ്ടുവരാം. എന്റെ അമ്മ എനിക്ക് മാമ്പഴ ജ്യൂസ് ഉണ്ടാക്കാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഞാൻ ഇപ്പൊ തന്നെ കൊണ്ടുവരാം. ആഹാ പരിക്കുട്ടി, നീ ഭയങ്കര ബുദ്ധിശാലിയാണല്ലോ. വേഗം ചെന്ന് ഞങ്ങൾക്ക് ജ്യൂസ് കൊണ്ടുവാ. പറവ ജ്യൂസ് എടുക്കാനായി ചെന്നു. അപ്പൊ ലൂസിയുടെ അമ്മ പറഞ്ഞു, ലൂസി, നിനക്ക് കുഞ്ഞില്ലെന്ന് ഇപ്പോഴല്ലേ പറഞ്ഞത്? അപ്പൊ ഈ സുന്ദരിയായ കുഞ്ഞ് ആരുടേതാണ്? മരുമകന് കുഞ്ഞിനെ കുറിച്ച് ചിന്തയില്ലെന്ന് പറഞ്ഞു. അപ്പൊ ഈ കുഞ്ഞാരാ? എനിക്കൊരു മുട്ട വഴിയിൽ നിന്ന് കിട്ടി അമ്മേ. അത് അവിടെ തന്നെ ഉണ്ടായിരുന്നു. അതാരും എടുത്തില്ല. അപ്പൊ ഞാൻ എന്തുകൊണ്ട് അമ്മയായി വളർത്തിക്കൂടെ എന്നാലോചിച്ചു. അന്ന് മുതൽ ഞാനാ വളർത്തുന്നത്. ലൂസി, നീ ചെയ്തത് ശരിയല്ല. അടുത്തവരുടെ കുഞ്ഞിനെ നീ എങ്ങനെ വളർത്തും? ഇത് വേറെ ആളുടെ രക്തമാണ്. ഇങ്ങനെ ചെയ്ത് നീ എത്ര വലിയ തെറ്റ് ചെയ്തെന്നറിയില്ല. നോക്കു മോളെ, ഇവളുടെ അമ്മ ഇവിടെ വന്ന് ഇവളെ കൂട്ടിക്കൊണ്ടുപോയാൽ നീ എത്രത്തോളം വിഷമിക്കും. ഒരുപക്ഷെ അവർ വന്ന് അവരുടെ കുഞ്ഞിനെ കൂട്ടിക്കൊണ്ടുപോയാൽ
അമ്മേ, നിങ്ങൾ മറ്റുള്ളവരെ പോലെ സംസാരിക്കല്ലേ. എല്ലാരും ഇതാ പറയുന്നേ. പക്ഷെ ഞാനാ വളർത്തിയേ. ഞാനാണ് ഇവളുടെ അമ്മ. പക്ഷേ മോളെ, അച്ഛൻ പറയുന്നത് ശരിയാണ്. അവളുടെ ശരിക്കുള്ള അമ്മ വന്നാ നീ എന്ത് ചെയ്യും? അവളുടെ ശരിക്കുള്ള അമ്മ വന്നാലും ഞാൻ അവളെ പോകാൻ സമ്മതിക്കില്ല. പരി എന്റെ വയറ്റിൽ ജനിച്ചില്ലെങ്കിലും അവൾ എന്റെ കുഞ്ഞാണ്. അതുമല്ലാതെ ഞാനാ വളർത്തിയത്. ഞാൻ ആർക്കും കൊടുക്കില്ല. മോളെ, എല്ലാ പ്രശ്നത്തിലും ഞാൻ ഉണ്ടാകും നിന്റെ കൂടെ. നീ എല്ലാം എന്നോട് തുറന്നു പറഞ്ഞാൽ മാത്രം മതി. എന്ത് പ്രശ്നം വന്നാലും നീ വിഷമിക്കണ്ട. നിന്റെ അച്ഛനമ്മ കൂടെയുണ്ട്. അമ്മേ, അച്ഛാ, നിങ്ങൾക്ക് ഒരുപാട് നന്ദി. ഞാൻ ഈ ജീവിതത്തിൽ ഒറ്റയ്ക്ക് പോരാടണമേ എന്ന് വിചാരിച്ചു കൊണ്ടിരുന്നു. പക്ഷെ ഇപ്പോ നിങ്ങൾ എന്റെ കൂടെയുള്ളത് കൊണ്ട് സന്തോഷമായി. ഇല്ല മോളെ, ഞങ്ങൾ നിന്നെ എത്ര വഴക്ക് പറഞ്ഞാലും എപ്പോഴും നിന്നെ ഞങ്ങൾ സഹായിക്കും. കുറച്ചു നേരം കഴിഞ്ഞ് ലൂസിയുടെ അമ്മയും അച്ഛനും അവിടെ നിന്ന് പുറപ്പെട്ടു. പിന്നെ എന്ത് സമയത്ത് എന്ത് സംഭവിക്കുമെന്ന് ആർക്കും അറിയില്ല. എന്തെന്നാൽ ലൂസിയുടെ അമ്മ പറഞ്ഞ കാര്യം സത്യമായി. ഒരു ദിവസം പരിയുടെ അമ്മ മോനിക്ക പറവ പരിയെ അന്വേഷിച്ച് ലൂസിയുടെ വീട്ടിലേക്ക് വന്നു. ഈ ഇല ഞാൻ നിനക്ക് വേണ്ടിയാ കൊണ്ടുവന്നേ മിട്ടു. ഈ ഇലയുടെ ഉപയോഗം എന്തെന്നാൽ കണ്ണ് കാണാത്തവരുടെ കണ്ണിൽ ഇതിന്റെ ചാറുവച്ചാൽ അവർക്ക് കണ്ണ് കാണും. പക്ഷെ നല്ല കണ്ണിൽ ഈ ചാറുവച്ചാൽ അവരുടെ കാഴ്ച നഷ്ടപ്പെടും. മിട്ടു കിളി ഒരു വലിയ മരത്തിൽ ചില പറവകളോടൊപ്പം ജീവിച്ചു കൊണ്ടിരുന്നു. അതാ പറവകളോടൊപ്പം ദിവസവും ഭക്ഷണം അന്വേഷിച്ചു പോകും. അത് കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പോഴേക്കും തിരിച്ചെത്തും. ഞാൻ ദിവസവും ഇവരോടൊപ്പം പോകേണ്ടിയിരിക്കുന്നു. വെയിലിൽ ഒരുപാട് കഷ്ടപ്പെട്ട് ഭക്ഷണം അന്വേഷിക്കണം. പക്ഷെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവരോടൊപ്പം പോകാനും പാടില്ല, പക്ഷെ എനിക്ക് ഭക്ഷണവും തേടണം. അപ്പോഴാണ് അത് ചിന്തിച്ചത്. കണ്ണ് കാണുന്നില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് മിണ്ടാതെ ഇവിടെ ഇരിക്കാമെന്ന്. എല്ലാ പറവകളും അതിന് ഭക്ഷണം കൊടുക്കുമെന്നും. എനിക്ക് കണ്ണ് കാണുന്നില്ല. അയ്യോ, എനിക്ക് ഒന്നും കാണുന്നില്ല. അയ്യോ. അതിന്റെ ബഹളം കേട്ട് മറ്റുള്ള പറവകളെല്ലാം അവിടെ എത്തി. നിനക്ക് എന്ത് പറ്റി? എനിക്ക് ഒന്നും കാണുന്നില്ല. രാവിലെ സൂര്യൻ ഉദിക്കുന്നത് ഞാൻ കണ്ടതാ. അതുകൊണ്ട് എനിക്കിങ്ങനെ ആയെന്ന് തോന്നുന്നു. അയ്യോ. അങ്ങനെ പറഞ്ഞ് ആ കൊമ്പിൽ നിന്ന് വീഴാൻ നോക്കി. സൂര്യനെ കാണുന്നത് കൊണ്ട് ആർക്കെങ്കിലും കാഴ്ച നഷ്ടപ്പെടുമോ? എനിക്കറിയില്ല. പക്ഷെ എനിക്ക് ഒന്നും കാണുന്നില്ല. എനിക്ക് ഇപ്പൊ വെള്ളം ഭക്ഷണമൊക്കെ ആരാണ് കൊണ്ടുവന്ന് തരിക? അതിങ്ങനെ കഷ്ടപ്പെടുന്നത് കൊണ്ട് എല്ലാ പറവകൾക്കും ഒരുപാട് വിഷമമായി. ടീനു പറവ പറഞ്ഞു, മിട്ടു, നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട. നിന്റെ കാഴ്ച ഇപ്പൊ നിനക്ക് തിരിച്ചു കിട്ടുമോ? അതുവരെ ഞങ്ങൾ എല്ലാരും നിനക്ക് ഭക്ഷണവും വെള്ളവും എല്ലാം കൊണ്ടുതരാം. ഇല്ല, എനിക്ക് കഷ്ടപ്പെട്ട് കഴിക്കാനാ ഇഷ്ടം. ഞങ്ങൾക്കറിയാം നിനക്ക് കഷ്ടപ്പെടുന്നത് ഇഷ്ടാണെന്ന്. നിനക്ക് അത്രയ്ക്ക് വിഷമമുണ്ടെങ്കിൽ ഞങ്ങൾ ഭക്ഷണം അന്വേഷിച്ച് വരുന്നവരെ ഞങ്ങളുടെ കൂട്ടിലെ മുട്ടകൾ നോക്കിക്കോ. അപ്പൊ കുറിച്ച് നിന്റെ വിഷമവും മാറും. എന്നാൽ ഇവൾ അന്ധയായില്ലേ? ഇനി എങ്ങനെ കൂട് സംരക്ഷിക്കാൻ കഴിയും? ഇവളിവിടെ ഇരിക്കുന്ന കണ്ട് തീർച്ചയായും പൂച്ച നമ്മുടെ കൂടിനടുത്ത് വരില്ല. എന്തെന്നാൽ ആ പൂച്ചയ്ക്ക് ഇവൾക്ക് കണ്ണു കാണാത്ത കാര്യം അറിയില്ലല്ലോ. ഒരു പക്ഷേ നിങ്ങൾ കൂട്ടിനെ കാവലാക്കുന്നുണ്ടെങ്കിൽ ശരി, ഞാൻ നോക്കിക്കോളാം. ഇതെല്ലാം പൂച്ച ആരും അറിയാതെ കേട്ടുകൊണ്ടിരുന്നു. എല്ലാ പറവകളും മിട്ടുവിനെ മരത്തിലാക്കിയിട്ട് പോയി. അവർ പോയതും ആ പൂച്ച മരത്തിനടുത്തേക്ക് ചെന്നു. ആഹാഹാ, ഇന്ന് എനിക്ക് പാർട്ടിയാണ്. ഈ കണ്ണു കാണാത്ത കിളി എന്നെ എന്ത് ചെയ്യാൻ പോകുന്നു? അതുമാത്രമല്ലാതെ അതിന് അറിയില്ലല്ലോ ഞാൻ ഇവിടെയുള്ള കുഞ്ഞു പറവുകളെയും മുട്ടയും കഴിക്കാൻ പോകുന്ന കാര്യം. അങ്ങനെ പറഞ്ഞത് വേഗം മരത്തിൽ കയറി കൂട്ടിലേക്ക് നടന്ന് പോയിക്കൊണ്ടിരുന്നു. ഇനി നീ ഒരു അടിയെടുത്ത് വെച്ചാൽ നിന്നെ ഞാൻ പാഠം പഠിപ്പിക്കും. അങ്ങനെ പറഞ്ഞ് മിട്ടു പറന്നു അതിന്റെ കൊക്കുകൊണ്ട് ആ പൂച്ചയെ പരിക്കേൽപ്പിക്കാൻ തുടങ്ങി. ആഹാ, ഇതിനെല്ലാം അറിയുന്നുണ്ട്. അപ്പൊ ഇത് പറഞ്ഞത് നുണയാ. അയ്യോ, എനിക്ക് വേദനിക്കുന്നു. പൂച്ച അവിടെ നിന്ന് ഓടിപ്പോയി. ഇതുപോലെ മിട്ടു മുട്ടകളെയും കുട്ടികളെയും എല്ലാവരെയും നന്നായി നോക്കി. എല്ലാ പറവകളും തിരിച്ചു വരുമ്പോൾ അവർ
മിട്ടുവിന് വേണ്ടിയും ഭക്ഷണം കൊണ്ടുവന്നു. മിട്ടു ആ ഭക്ഷണം സന്തോഷമായി കഴിച്ചു. അതിന് കണ്ണ് കാണുന്നില്ല എന്ന നാടകം അങ്ങനെ തുടർന്നു. അടുത്ത ദിവസം രാവിലെ എല്ലാ പറവകളും ഭക്ഷണം തേടി പോകാൻ തീരുമാനിച്ചപ്പോൾ അവിടെ നോക്കുമ്പോൾ ടീനു പറവയില്ല. ഈ ടീനു ഇത് എവിടെ പോയി? അപ്പോഴാണ് അവർ ടീനു പറന്നു വരുന്നത് കണ്ടത്. അതിന്റെ വായിൽ ചെറിയ ഒരു ഇലയുണ്ടായിരുന്നു. അത് ആ ഇല ചില്ലയിൽ കൊണ്ടുവന്ന് വെച്ചു. പിന്നെ പറഞ്ഞു, ഈ ഇല ഞാൻ നിനക്ക് വേണ്ടിയാ കൊണ്ടുവന്നേ മിട്ടു. ഈ ഇലയുടെ ഉപയോഗം എന്തെന്നാൽ കണ്ണ് കാണാത്തവരുടെ കണ്ണിൽ ഇതിന്റെ ചാറൊഴിച്ചാൽ അവർക്ക് കണ്ണ് കാണും. പക്ഷെ നല്ല കണ്ണിൽ ഈ ചാറൊഴിച്ചാൽ അവരുടെ കാഴ്ച നഷ്ടപ്പെടും. അയ്യോ, അപ്പൊ ഞാൻ തീർച്ചയായും ഇതിന്റെ കണ്ണിൽ ഒഴിക്കില്ല. എന്തുകൊണ്ടാ ഒഴിക്കാത്തത്? നിന്റെ കണ്ണ് ശരിയാകണ്ടേ? അത് കേട്ട് മിട്ടു മനസ്സിലാക്കി, സത്യം പറഞ്ഞാൽ അത് പിന്നെ പെട്ടുപോകില്ലേ. ആ ശരി ശരി, ഒഴിച്ചോ. അത് കേട്ടതും ടീനു പറവ ആ ഇലയുടെ ചരതിന്റെ കണ്ണിൽ ഒഴിച്ചു. അതിന് കണ്ണൊക്കെ എരിയാൻ തുടങ്ങി. ആ അയ്യോ അയ്യോ, എനിക്ക് കണ്ണൊക്കെ എരിയുന്നു. അയ്യോ എരിയുന്നു, എനിക്കൊന്നും കാണുന്നില്ല, എനിക്ക് കാണുന്നില്ല. നീ എന്താ പറയുന്നേ? നിനക്ക് അല്ലെങ്കിലും ഒന്നും കാണുന്നില്ലല്ലോ. ഇപ്പൊ വീണ്ടും കാണുന്നില്ലെന്ന് പറഞ്ഞു. അത് എനിക്ക് എല്ലാം ശരിയായി മാറി. എനിക്കിപ്പോ എല്ലാം കണ്ണിൽ കാണുന്നു. ആവോ, എനിക്ക് ഇപ്പോഴേ സന്തോഷമായി. പക്ഷേ മിട്ടു ഇപ്പോഴാണ് അന്ധയായത്. അതിനോട് ആരോടും ഇപ്പൊ സത്യം പോലും പറയാനാകില്ല. മിട്ടു, ഇപ്പൊ നിന്റെ കണ്ണ് ശരിയായോ? പക്ഷേ ഇന്ന് ഒരു ദിവസം മാത്രം ഞങ്ങളുടെ കൂടെ ഒന്ന് നോക്കിക്കോ. നാളെ മുതൽ എന്റെ ഒപ്പം വരാം. എല്ലാവരും അതിനെ കൂടിനടുത്താക്കിയിട്ട് അവർ പുറപ്പെട്ടു പോയി. പൂച്ചയ്ക്ക് മനസ്സിലായി ഇപ്പൊ അതിന് ശരിക്കും കണ്ണു കാണുന്നില്ല എന്ന്. അത് മരത്തിൽ കയറി പിന്നെ ദേഷ്യത്തിൽ പറഞ്ഞു, നീ എന്നെ അത്ര തല്ലിയില്ലേ? ഇപ്പൊ നോക്ക് ഞാൻ നിന്നെ എന്ത് ചെയ്യുമെന്ന്. അത് മിട്ടുവിനെ ആക്രമിച്ചു. പാവം മിട്ടുവിന് ഒരുപാട് പരിക്കേറ്റു. അത് കഴിഞ്ഞ എല്ലാ കുഞ്ഞുപറവകളെയും മുട്ടകളെയും അതെടുത്തു കഴിച്ചു. മിട്ടു പരിക്കുകളോടെ ആ ചിലയിൽ കിടന്നുകൊണ്ടിരുന്നു. എല്ലാ പറവകളും തിരിച്ചു വന്നതും കാണാതായി അവരുടെ കുഞ്ഞുങ്ങളെ നോക്കി അവരൊരുപാട് ഷോക്കായി. നമ്മുടെ മുട്ടയും കുഞ്ഞുങ്ങളും എവിടെ പോയി? അവരെ പൂച്ച തിന്നു. പക്ഷെ നീയുള്ളപ്പോൾ ഇതെങ്ങനെ സംഭവിച്ചു? നീ എന്താ തടഞ്ഞില്ല? ഞാൻ നിങ്ങളോട് നുണ പറഞ്ഞതാ എനിക്ക് കണ്ണു കാണുന്നില്ലെന്ന്. അപ്പോഴാ ഇരുന്ന സ്ഥലത്ത് എനിക്ക് ഭക്ഷണം കിട്ടുമെന്ന്. പക്ഷെ ടീനു ഇലയുടെ ചാറിട്ട ഉടനെ എന്റെ കാഴ്ച ശരിക്കും പോയി. പക്ഷെ നിങ്ങൾ എന്നോട് ദേഷ്യപ്പെടരുത് എന്നാ എനിക്ക് കാഴ്ച വന്നെന്ന് നുണ പറഞ്ഞത്. ശരിക്കും ഇപ്പൊ എനിക്ക് കണ്ണ് കാണുന്നില്ല. അതുകൊണ്ടാ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ എനിക്ക് രക്ഷപ്പെടുത്താനായില്ല. മിട്ടു, നീ കാരണമാ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം ചത്തുപോയത്. മുട്ടയും നശിച്ചുപോയി. എല്ലാത്തിനും കാരണം നീയാ. എല്ലാ പറവകളും ഒരുമിച്ച് അതിനെ തല്ലാൻ തുടങ്ങി. അവരുടെ ദേഷ്യമെല്ലാം അവർ അതിനോട് തീർത്തു. അതിന്റെ ചിറകിലും ഇപ്പൊ നന്നായി പരിക്കേറ്റിരുന്നു. അതുകൊണ്ട് പാവം അതിന് മരത്തിലിരിക്കാനേ കഴിഞ്ഞില്ല. നാൾ മുഴുവനും അത് മരത്തിനടിയിലിരുന്ന് പിടഞ്ഞുകൊണ്ടേയിരുന്നു. രാത്രിയിൽ മിട്ടുവിന്റെ സഹോദരൻ അവിടേക്ക് വന്നു. അപ്പൊ മിട്ടുവിന്റെ അവസ്ഥ കണ്ട് അവൻ ഒരുപാട് സങ്കടപ്പെട്ടു. അയ്യോ മിട്ടു, നിനക്ക് എന്തു പറ്റി? ആരെന്താ ചെയ്തത്? എന്റെ ഈ അവസ്ഥയ്ക്ക് എന്റെ മടി മാത്രമാ കാരണം. അങ്ങനെ അത് ടീറ്റുവിനോട് നടന്നതെല്ലാം പറഞ്ഞു. നീ ചെയ്തത് ശരിയല്ല മിട്ടു. ആദ്യം നീ എല്ലാ പറവകളോട് ചെന്ന് ക്ഷമ ചോദിക്കണം. പക്ഷെ അതിനു മുന്നേ ഞാൻ നിന്നെ ഭേദപ്പെടുത്താം. അങ്ങനെ പറഞ്ഞത് അവിടെ നിന്ന് പോയി. കുറച്ചു നേരത്തിൽ അതേ ഇല കൊണ്ട് അവിടേക്ക് വന്നു. അത് മിട്ടുവിന്റെ കണ്ണിൽ ആ ചാറ് ഒഴിച്ചുടനെ ഇത്തവണ മിട്ടുവിനെ ശരിക്കും കാഴ്ച തിരിച്ചു കിട്ടി. ടീറ്റു, എനിക്ക് ഇപ്പെല്ലാം കാണുന്നുണ്ട്. ശരി പോ, ആ പറവകളോട് പോയി ക്ഷമ ചോദിക്കേ. ടീറ്റു മിട്ടുവിനെ പറവകളുടെ അടുത്ത് കൊണ്ടുപോയി. പിന്നെ പറഞ്ഞു, കൂട്ടുകാരെ, നിങ്ങളുടെ ദേഷ്യം ശരിയാണ്. പക്ഷെ മിട്ടു ചെയ്ത തെറ്റിന് അതിന് ശിക്ഷ കിട്ടി. നിങ്ങൾ ഒരേ ഒരു തവണ അതിനോട് ക്ഷമിക്കൂ. ഇനി ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല. അത് കേട്ട എല്ലാ പക്ഷികളും മിട്ടുവിനെ ക്ഷമിച്ചു. അത് കഴിഞ്ഞ അന്നു മുതൽ അതെപ്പോഴും മടിപിടിച്ചിരുന്നതുമില്ല, നുണ പറഞ്ഞതുമില്ല.